ഹലോ അസ്സാം വലൈക്കും. ജെയ്ത്തുവിൻ്റെ 15ാമത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. 2.5 മിനിറ്റിൽ വ്ളോഗ് ഇടുന്ന വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് ഇതല്ലാണ്ട് നിവൃത്തിയില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ആയിട്ട് ഇടണമെന്ന് പൂതിയുണ്ട്, എന്നാലോട്ട് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നുമില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് ട്രൈപോഡ് ഇല്ല. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ടെല്ലാം വീഡിയോ എടുക്കുമ്പം ഓൾറെഡി ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ എണ്ണയും മൈദപ്പൊടിയിലും ഉണ്ടാവും മിക്ക സമയത്തും. അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ കട്ട് ചെയ്യുന്നപ്പോൾ ആ ടൈമിൽ ഫോൺ ഓടിച്ചിട്ട് ഈ വീഡിയോ എടുക്കലെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് ആണല്ല. പക്ഷെ എന്തെങ്കിലും ആയിട്ട് എടുക്കാണ്ട് വിടാണ്ട് എനിക്ക് സമാധാനം കിട്ടൂല. അപ്പോൾ ഇന്നത്തേത് ഒരു 4 ഇറാനി പോളയും പിന്നെ ഒരു 100 കായട 100 ചിക്കൻ റോൾ, ഈ സാധനങ്ങളാണ് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അത് ചെറിയ രീതിയിലൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ടുണ്ടാകുന്ന 2.5 മിനിറ്റ് അതിന്. അപ്പോൾ ആകെയുള്ള 2.5 മിനിറ്റ് ആരും സ്കിപ്പ് ചെയ്യല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുണ്ടോ. റെസിപ്പിയൊന്നും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇറാനിപ്പോളൊന്നും അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റത്തെ ബാറ്റർ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് വേഗം കാത്തുനിന്നിട്ട് മാത്രം വേണം ഈ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാൻ. പിന്നെ അതിൻ്റെ മുകളിലും കൂടി ഇതുപോലെ ബാറ്റർ ഒഴിച്ച് പിന്നെ ഒന്ന് ക്യാപ്സിക്കവും മല്ലിയിലും പിന്നെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസെല്ലാം ചേർത്തിട്ട് ഒന്ന് അലങ്കരിക്കുക. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് മേലെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ പാത്രത്തിൻ്റെ ടോപ്പ് തുറക്കുമ്പോൾ നല്ല സ്മെല്ലുമാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതിയേ, ഓപ്ഷണലാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റിൽ ഇറാനിപ്പോളേന്ന് ഇങ്ങനെ ചെയ്തെടുത്തുണ്ടാകുക. ഇത് 2 മുട്ടൻ്റെ അളവാണ്. 2 മുട്ട, 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഈ ഒരു അളവിൽ ഇറാനിപ്പോളെ നിൽക്കുകയാണ്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അൽഹംദുലില്ലാ ഫ്രീസറിൽ ഞാൻ ഓൾറെഡി അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. ഇത് പിന്നെ ചൂടോടെ ഉണ്ടാക്കേണ്ടതായതുകൊണ്ടാണ് ലാസ്റ്റത്തേക്ക് വെച്ചിന്. അപ്പം പ്രത്യേകിച്ച് വിശേഷം എന്ന് പറയാനൊന്നുമില്ല. ഇന്നത്തെ ഡെലിവറിൻ്റെ സാധനങ്ങളെല്ലാം വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഈ വലിയ ഓർഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലും ആയിട്ട് ചെറിയ ചെറിയ കടികൾക്ക് വിളിക്കും കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 20 താഴെയുള്ള എണ്ണത്തിന് അത്യാവശ്യം ആരെങ്കിലും വിളിക്കുമ്പോൾ ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഓൾറെഡി എൻ്റെ അടുത്ത് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാകും. അപ്പോൾ അതും കൂടി കൊടുക്കുമ്പോൾ ആ ഒരു ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. അപ്പോൾ 3 മണി പറഞ്ഞിട്ട് ഒരു 3:15 ആയിപ്പോയിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം. പക്ഷേ കസ്റ്റമർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് വെറുതെ ടെൻഷനായിരുന്നുള്ളൂ. കസ്റ്റമർ ആ പ്രശ്നമില്ല, എന്തായാലും എനിക്കിത് 4 മണിക്കൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ നല്ല രീതിയിൽ കഴിഞ്ഞിന്. അപ്പോൾ ഈ രീതിയിൽ ഇറാനിപ്പോള കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കഴിച്ചു നോക്കണം. പ്രത്യേകിച്ച് ഇതിൻ്റെ റെസിപ്പി ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഇറാനിപ്പോള ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ സ്പെഷ്യലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നേരം കണ്ടതല്ലേ, എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റെല്ലാം ചെയ്തിട്ട് പോയിക്കോ. അതുപോലെ തന്നെ സ്നാക്സ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.